പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ നാട് വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട് മേപ്പാടിയിലെ ചൂരൽമലയിലും മുണ്ടക്കയത്തുമൊക്കെ പ്രളയവും ഉരുൾപൊട്ടലും ഉണ്ടായി. ഓഗസ്റ്റ് 4-ാം തീയതി കണക്ക് പ്രകാരം 359 പേര് മരണമടഞ്ഞു എന്നുള്ള ഒരു കണക്കാണ്. 200-ലധികം ആളുകളെ ഇനിയും കാണാനുണ്ട്. 10 അടി താഴ്ചകളിലൊക്കെ ചളി നിറഞ്ഞ് ഒരുപാട് മൃതദേഹങ്ങൾ ഇപ്പോഴും മണ്ണിനടിയിലും. ഇവരെയും സങ്കടപ്പെടുത്തുന്ന വലിയൊരു സംഭവമാണ് വയനാട്ടിൽ നടന്നിട്ടുള്ളത്. ഈ ഒരു സംഭവത്തിന് ശേഷം ഇപ്പം എമ്പാടുമുള്ള മലയാളികളും മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള ആളുകളും മനസ്സാക്ഷിയുള്ള മുഴുവൻ ആളുകളും വയനാടിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇനി അവരെ രക്ഷപ്പെട്ട ആളുകളെ, ഒരു പ്രദേശം ഗ്രാമങ്ങൾ ഒന്നടങ്കം ഒലിച്ചു പോയ ഒരവസ്ഥയാണ്. ഇത് പുനഃസൃഷ്ടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രം ബാക്കിയായി, ബാക്കിയുള്ള എല്ലാവരും മരിച്ചുപോയി. അതേപോലെ തന്നെ അച്ഛൻ മാത്രം, അമ്മ മാത്രം, ചെറിയ കുട്ടികൾ മാത്രം, ഇങ്ങനെ വളരെ വിഷമകരമായിട്ടുള്ള പ്രയാസമാണ് അവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്നത്. നമ്മളെല്ലാവരും കൂടിയിട്ട്, ഗവൺമെൻറ്റും മറ്റുള്ള എല്ലാവരും കൂടിയിട്ട് ഇവരെ പുനരധിവസിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് ആളുകൾ ഒരുപാട് സംഭാവനകൾ, ഭൂമി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 100 വീടുകൾ, ഇപ്പോൾ രാഹുൽ ഗാന്ധി ആണെങ്കിൽ 100 വീട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കർണാടക സർക്കാർ 100 വീട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ബോച്ചെ ഭൂമി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മറ്റു യൂസുഫ് അലി, അതുപോലെ തന്നെ മറ്റു പല പ്രമുഖരായിട്ടുള്ള ആളുകളും, അതുപോലെ തന്നെ പല മേഖലയിലുള്ള ആളുകളൊക്കെ തന്നെ വലിയ വലിയ വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് എല്ലാ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരു 10 സെൻറ്റ് വീതമെങ്കിലും, കാരണം 10 സെൻറ്റ് വീതം എന്ന് പറയാൻ കാരണം കഴിഞ്ഞ ഈ പുത്തുമല ദുരന്തമുണ്ടായപ്പോൾ ഗവൺമെൻറ് കൊടുത്തത് 7 സെൻറ്റ് സ്ഥലമാണെന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. അതിൽ വീട് വെച്ച് കൊടുത്തു. ആ വീട് തന്നെ ഇപ്പോൾ 3-4 വർഷമായപ്പോഴേക്ക് ചോർന്നൊലിക്കുന്ന ഒരവസ്ഥാവിശേഷമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു 10 സെൻറ്റിൽ നല്ല ഒരു വീട് വെച്ച് കൊടുക്കാൻ, അത് ഗവൺമെൻറ് അണ്ടറിൽ തന്നെ നല്ലൊരു കൺസ്ട്രക്ഷൻ കമ്പനിയെ ഏൽപ്പിക്കുകയും അത് നല്ലൊരു വീട് വെച്ച് കൊടുക്കുകയും അവരെ ഒരു ടൗൺഷിപ്പിലേക്ക് മാറ്റിയിട്ട് ഇനി ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം സംഭവിക്കാത്ത ഒരു സ്ഥലം നോക്കിയിട്ട് ആ പ്രദേശത്ത് തന്നെ ഒരു ടൗൺഷിപ്പ് ആയി മാറ്റിയിട്ട് ഒരു 10 സെൻറ്റ് സ്ഥലം തന്നെ അവർക്ക് കൊടുത്ത് നല്ലൊരു വീട് വെച്ച് കൊടുക്കാൻ ഗവൺമെൻറ് മുന്നിട്ടിറങ്ങണം. ഇനി ഗവൺമെൻറ് സ്വകാര്യ ഏജൻസികളുടെയോ മറ്റൊക്കെ സഹായം തേടിയിട്ട് അവരെ പുനരധിവസിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം, ആ ദുരന്തം ഉണ്ടായ സമയം മുതൽ ഒരുപാട് ആളുകൾ രക്ഷാപ്രവർത്തനത്തിൽ, നമ്മുടെ സേനകൾ, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ്, അതേപോലെ തന്നെ ഇന്ത്യൻ നേവി, NDRF, ഫയർഫോഴ്സ്, മറ്റു രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട, മതസംഘടനയിൽപ്പെട്ട സന്നദ്ധ പ്രവർത്തകർ ഒക്കെ ഒത്തൊരുമിച്ചുകൊണ്ടാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത്. അവർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നമ്മളെല്ലാവരും അവരെ ഒത്തൊരുമിച്ച് മുന്നോട്ട് നീക്കണം. അതിന് ഗവൺമെൻറ് കൃത്യമായിട്ടുള്ളൊരു പ്ലാന് നടപ്പിലാക്കി. ഉള്ള ആളുകളൊക്കെ പറയുന്നത് ഈ വാർത്താമാധ്യമങ്ങളും മറ്റുള്ള രക്ഷാപ്രവർത്തകരും ഒക്കെ ഒരാഴ്ച അല്ലെ 2 ആഴ്ച കഴിഞ്ഞാൽ പോയി പിന്നെ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകും, അതാണ് പലപ്പോഴും സംഭവിക്കുക എന്നുള്ളത്. ആ ഒറ്റപ്പെടലല്ല, നമ്മളെല്ലാവരും അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ കൂടെയുണ്ട് എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ളൊരു സന്ദേശം നമുക്ക് ഓരോരുത്തർക്കും കൊടുക്കേണ്ടതുണ്ട്. അതിന് എല്ലാവരും കൃത്യമായിട്ട് അവരുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണമെന്ന്